നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി പെഡിക്യൂർ വീഡിയോ ആട്ടോ. കുട്ടി പെഡിക്യൂർ വീഡിയോ എന്ന് പറയാൻ കാരണം ഞാൻ വലിയ വലിയ വെപ്പൺസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. വെപ്പൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? ഈ പെഡിക്യൂർ കിറ്റ് കിട്ടില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു പെഡിക്യൂർ ആണ്. പക്ഷെ ഞാൻ കുറച്ച് വെറൈറ്റി സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രം ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ് ചെയ്യാൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുറെ അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ തന്നെ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ ഈ ഒരു പെഡിക്യൂർ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യണം. വീണ്ടും എടുത്ത് പറയാം കേട്ടോ. അപ്പം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെഡിക്യൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ആ ഒരു കാലിലുള്ള നെയിൽ പോളിഷ്, നേരത്തെ ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുക. അപ്പം ഞാൻ മാറ്റി. ഇനി നമ്മുടെ പെഡിക്യൂറിനെ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓയിലിംഗ്. ഈ ഓയിലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് പാരച്യൂട്ടാട്ടോ. പാരച്യൂട്ടും പിന്നെ കുറച്ച് ബ്രൂവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബ്രൂ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൺ ടാൻ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തു. കുറച്ച് ചൂടുള്ളത് നല്ലതാണ് എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മളിതുപോലെ കാല് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വെറൈറ്റി സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആ ഒരു വെറൈറ്റി സ്റ്റെപ്പാണിത്, നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പ് ഓയിലിംഗ് എന്ന് പറയുന്നത്. ഓയിൽ മസാജാണ് നമ്മുടെ ഫീറ്റിന് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ, നമ്മുടെ കാലൊന്ന് റിലാക്സ് ആവാൻ, പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാലൊന്ന് മോയ്സ്ചർ ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൈ ഒന്ന് കുഴഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാലുകൊണ്ട് തന്നെ ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കൈ ഒന്ന് കുഴഞ്ഞു വരും. അപ്പോൾ ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്തായാലും മസാജ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ സോക്ക് ചെയ്യാൻ പോവാണ് കാല്. അപ്പോൾ ഓയിലിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ കാല് സോക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് മറക്കാതെ ചെയ്യാം. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുന്നത്. ഞാനൊരു അരമുറി നാരങ്ങ നീരാട്ടോ ഒഴിക്കുന്നത്. നിങ്ങൾക്കൊരു ഫുൾ നാരങ്ങ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് ആ ഒരു തൊണ്ട് അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ദമ്മെന്ന് കണ്ടു ഇട്ടു കേട്ടോ. കണ്ടോ, ഇപ്പം പെടും ഞാൻ. എന്നിട്ട് ഞാൻ ഉപ്പ്, കല്ലുപ്പാണ് ആഡ് ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെ ഉണ്ടായിരുന്നില്ല, ഞാൻ അതുകൊണ്ട് പൊടി ഉപ്പ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഷാമ്പൂ, ഫേവറേറ്റ് ഷാമ്പൂ ഏതാണോ ആ ഒരു ഷാമ്പൂ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കാല് ഒരു 10-20 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചേക്കാം. വെറുതെ ഇരിക്കുക, വേറെ പണിയൊന്നുമില്ലല്ലോ, വേറെ എന്തെങ്കിലും ഫോണോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങ് ഇരിക്കാം. എന്നിട്ട് നമ്മൾ കാല് ഇതുപോലെയൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു നാരങ്ങയുടെ തൊണ്ട അതിനകത്ത് ഉണ്ടാവില്ലേ, അത് നമ്മൾ പയ്യെ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മുടെ വിരലുകളൊക്കെ ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വിരലിൻ്റെ അകത്ത് അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആ വിരലിൻ്റെ ഇടയ്ക്കും ആ ക്യൂട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കും ഒക്കെ നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന വഴി നമ്മുടെ കാലിനകം വളരുകയൊക്കെ ചെയ്യും, കുഴിനകം ഇല്ലാതാവുകയൊക്കെ ചെയ്യും. പിന്നെ ലെമൺ എപ്പോഴും നമ്മുടെ പെഡിക്യൂർ കാര്യങ്ങൾ സോക്ക് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ലെമൺ ഇടും, അത് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ, അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മളൊന്നുകൂടെ സോക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കാല് നല്ലപോലെ തുടയ്ക്കുക. ഇനി നമ്മൾ കാലിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത വെറൈറ്റി സ്റ്റെപ്പാണ്. കാലൊരു സ്ക്രബ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ക്രബ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നല്ല അടിപൊളി ബ്ലീച്ചിങ് ഏജൻ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ സ്ക്രബിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് സ്ക്രബ് ആയിട്ട് ഇടാൻ പോകുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയില്ലേ, സോഡാപ്പൊടി എല്ലാവരുടെ വീട്ടിൽ കാണും. അപ്പോൾ ആ ഒരു സോഡാപ്പൊടി നമ്മൾ ഇടുന്നു. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഒരു ആൽക്കലൈൻ നേച്ചറുള്ള സാധനമാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു അസിഡിക് നേച്ചറായിട്ടുള്ള ലെമണും കൂടെ ആഡ് ചെയ്യണം, എന്നാലേ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വേണമല്ലോ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പതിഞ്ഞു പൊങ്ങി വരും കേട്ടോ. എന്നിട്ട് ഒരു പഴയ ബ്രഷ് എടുത്തു. ആ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ കാലിൽ നമ്മൾ ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെയും നഖത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ കണ്ടു. അപ്പം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ കാണും കുറേ ഓക്കെ. എന്നിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. വിരലിൽ സ്ക്രബ് ചെയ്യുക, വിരലിൻ്റെ ഇടയ്ക്ക് സ്ക്രബ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ക്യൂട്ടിക്കിൾസിൻ്റെ അവിടെ നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ ക്യൂട്ടിക്കിൾസ് നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ വേഗം വരും. നമുക്ക് പ്രത്യേകിച്ച് ക്യൂട്ടിക്കിൾ ക്രീമൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു പെഡിക്യൂറിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളിതുപോലെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓവറാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിതൊക്കെ കാണുമെന്നുള്ള വിശ്വാസത്തോടെ
എന്നിട്ട് ഈ ഉപ്പൂറ്റിയുടെ അവിടെയൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അവിടെയൊക്കെ നമുക്ക് ഈ വിണ്ടുകീറലൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ ആ ഒരു നാരങ്ങയുടെ തൊണ്ടും കൂടെ എടുത്തിട്ട് ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട് കേട്ടോ. തറ ഫുള്ള് വൃത്തിയുടെ ഇവിടെയൊക്കെ ഞാൻ കഴുകി കൊടുക്കേണ്ടി വന്നല്ലേ, അമ്മ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്തു. നമ്മൾ ഈ ഒരു സ്ക്രബിങ് പ്രോസസ്സ് ഒരു 10 മിനിറ്റെങ്കിലും ചെയ്യണേ, എന്നാൽ മാത്രമേ അഴുക്കും കാര്യങ്ങളൊക്കെ പോവുള്ളൂ നല്ലപോലെ. എന്നിട്ട് നമ്മൾ ഈ തിരമാല പോലെ ഇരിക്കുന്ന ഈ സംഭവമില്ലേ നമ്മുടെ ഈ നെയിൽ കട്ടറിൻ്റെ അകത്ത്, അത് വെച്ചിട്ടാണ് നമ്മൾ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്യുന്നത്. തിരമാല പോലെ ഇരിക്കുന്ന നമ്മൾ ഈ പടമൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേവ്സ് വരയ്ക്കുന്നില്ലേ, അപ്പോൾ ആ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തതുകൊണ്ട് ആ ഒരു സോറി ട്ടാ, പെട്ടെന്ന് മെസ്സേജ് വന്നു. സാധാരണ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എയ്റോപ്ലെയിൻ മോഡിലായിരുന്നത്. ഓക്കെ, അതെന്തിലാട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്യൂട്ടിക്കിൾ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ വരും. നിങ്ങൾക്കിത് വീടായിട്ട് തോന്നുമായിരിക്കും അല്ലേ, ഒരു വൃത്തിയുടെ പോലെ തോന്നുമായിരിക്കും. കാരണം ആ ഒരു ക്യൂട്ടിക്കിൾ പുഷ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സ്ലോയിൽ സ്പീഡാക്കാതെ ചെയ്തത് കേട്ടോ, അത്രയും ഭാഗം. അപ്പം ഇതുപോലെ എല്ലാ ക്യൂട്ടിക്കിൾസും പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പം ക്യൂട്ടിക്കിൾസ് മാത്രമല്ല, അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ അതിലൂടെ തന്നെ ഇങ്ങനെ റിമൂവായി വരും. ഫോഴ്സ്ഫുള്ളി ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ രക്തം ചത്തു കിടക്കുന്ന പോലത്തെ ഒരു ഫീല് വരും നമ്മുടെ കാലിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, പതുക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ വിരലിലെയും ക്യൂട്ടിക്കിൾസ് പുഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതേ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട്, ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള നെയിൽ കട്ടർ അല്ലേ, അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലുള്ള നെയിൽ കട്ടർ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു നഖം ഷേപ്പ് ചെയ്യുന്ന ആ ഒരു സാധനം എടുത്തിട്ട് ഞാൻ നഖമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാണ്. പക്ഷെ ഞാൻ ഷേപ്പ് ചെയ്ത് വന്നപ്പം എനിക്ക് തോന്നി നഖം അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം, കാലിലെ നഖം ഇപ്പം എന്തിനാ ഫുള്ളങ്ങ് വെട്ടിക്കളഞ്ഞേക്കാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കാലിലെ നഖമൊക്കെ അങ്ങ് ഫുള്ള് വെട്ടിക്കളഞ്ഞു. അതായിരിക്കും കുറച്ചുകൂടെ വൃത്തിയാന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കാലിലെ നഖമൊക്കെ ഫുള്ള് വൃത്തിയാക്കി സുന്ദരക്കുട്ടപ്പനാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഇനി ഞാൻ ഒന്നുകൂടെ കാല് സോക്കിയാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത് ഐബ്രോ റേസേഴ്സ് ആട്ടോ. ഇത് ഞാൻ വിരലിൻ്റെ അവിടെയുള്ള രോമമൊക്കെ ഇല്ലേ, അത് ഞാനങ്ങ് വടിച്ചു കളയാണ്. എനിക്കങ്ങനെ ഇഷ്ടമല്ല, അവിടെ ഇങ്ങനെ രോമം നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. പക്ഷേ എനിക്കങ്ങനെ അതുകൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്ത് രോമമൊക്കെ അങ്ങ് വടിച്ചു കളയാണ് ആ റേസേഴ്സ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എല്ലാ വിരലിൻ്റെയും ആ ഒരു ഭാഗത്തുള്ള രോമം മാത്രമേ ഞാൻ വടിച്ചു കളയുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടൊന്നും കളയുന്നില്ല. അത്രയും ഭാഗത്തുള്ള രോമം അടിച്ചു കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് എല്ലാം സോക്ക് ചെയ്ത് മാറ്റി വെറുതെ ഇരിക്കുകയാണ്. ഇനി ഒരു പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് ഞാൻ കടലമാവും 2 ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂൺ കേടുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കേട് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ, കടലമാവിൻ്റെ ആവശ്യമില്ല. പിന്നെ കടലമാവ് കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു പാക്ക് പോലെ ആയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തതേ ഉള്ളൂ. കേട് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നല്ല കട്ടിയിലിടണം. ഞാൻ പറയുന്ന പോലെ നമ്മളന്ന് കഴുത്തിൻ്റെ പാക്ക് അപ്ലൈ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, ഫേസിലെ പോലെയല്ല, സ്കിന്ന് കുറച്ച് തിക്കാണല്ലോ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നല്ലപോലെ പാക്ക് അപ്ലൈ ചെയ്തു. ഇപ്പം ഈ ഒരു പാക്ക് ഇപ്പം ഇത്രയും കട്ടിയായിട്ട് അപ്ലൈ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ കണ്ടത് ഇതുപോലെ ഉണങ്ങി വരും. എന്നിട്ട് നമ്മൾ കഴുകിയപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പം നമുക്കൊരു നെയിൽ പോളിഷ് കൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് നെയിൽ പോളിഷ് കളറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നെയിൽ പോളിഷ് കൂടി ഇടുമ്പോഴാണല്ലോ കംപ്ലീറ്റ് ആവുന്നത് അപ്പോഴല്ല, വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഞാൻ നെയിൽ പോളിഷ് ആഡ് ചെയ്തു. കാലിൽ എപ്പോഴും ഒരു ന്യൂഡായിട്ടുള്ള ഒരു സാറ്റൻ ഫിനിഷ് കളർ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എപ്പോഴും നമ്മൾ ഈ സ്കൂൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ അതായിരിക്കും, ആ ഒരു കളറായിരിക്കും നല്ലത്. പിന്നെ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. നമ്മൾ ഇത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മിസ്സായിപ്പോയി എനിക്ക്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു ഹൈഡ്രോജൻ പെറോക്സൈഡ് അത്ര അവൈലബിളോ അല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. 1 ടൈം റിസൾട്ട് നിങ്ങൾക്ക് ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എന്തൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, സേവ് അറ്റ് ഹോം, കീപ് വാച്ചിങ് കേട്ടോ.